വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം സാറാ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ. ശരിക്കും അലാഹയുടെ പെൺമക്കളൊക്കെ ക്ലാസ് 6 ആണ്. നിങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ടിക്ക് ഓഫ് ചെയ്യേണ്ട ഒരു പുസ്തകമാണിത്. ഞാൻ പണ്ടെപ്പോഴും വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്ന് വീഡിയോ വായിച്ചതാണ്, ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കറൻറ്റ് ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 175 രൂപയാണ് ഇതിൻ്റെ MRP. മൊത്തം 175 പേജ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞു. ലൈബ്രറിയിൽ നിന്ന് എടുത്താലുള്ളൊരു വേറൊരു സംഗതി ഇതാണ്, ഡേറ്റ് കഴിഞ്ഞ് ഫൈനായിട്ടുണ്ടാവും. ഫൈനിൻ്റെ പുറത്ത് ഫൈനായിട്ടുണ്ടാവും. ഈ ഫൈനാവുന്നതിനേക്കാളുള്ള റിഗ്രറ്റ് നമ്മുടെ കയ്യിൽ ഇത് ഇരിക്കുമ്പോൾ വേറൊരാൾക്ക് വായിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണല്ലോ എന്നൊക്കെ ആലോചിക്കും. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. ഓൺലൈൻ പറയുകയാണെങ്കിൽ പുസ്തകം നമ്മൾ വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള തീമാണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ 1950കളിലെ തൃശ്ശൂരിലെ കൊക്കാഞ്ചിറ എന്ന് പറയുന്നൊരു സ്ഥലമായിട്ടാണ് കഥാപശ്ചാത്തലം തന്നിരിക്കുന്നത്. ആ ഭാഗത്തുള്ള അന്നത്തെ ആളുകളുടെ ചരിത്രം, ആ ഒരു 50s വിമോചന സമരമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു പെൺകുട്ടിയുടെ, ആനി എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വീക്ഷണകോണിലൂടെയാണ് ഈ കഥ മൊത്തം പോകുന്നത്. അപ്പം ആ ഒരു ഇന്നസെൻസ് ആണ് ഈ കഥേനെ പലയിടത്തും പിടിച്ചിങ്ങനെ വല്ലാണ്ട് ഹോൾഡ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത്, നമുക്കെല്ലാവർക്കും കാണുമല്ലോ ഭയങ്കര ഇന്നസെൻ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പഴയ നമ്മളെ, അതായത് ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, വലിയ ആളുകൾ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവാത്ത, പൊളിറ്റിക്സ് ആയാലും അല്ലെങ്കിൽ സമൂഹത്തിൽ പല നന്മതിന്മകളൊക്കെ ആയാലും ഈ വലിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവാത്ത ഒരു ചൈൽഡ്ഹുഡോ ഒരു പഴയ നമ്മളുണ്ടാവില്ലേ, ആ നമ്മളെ തന്നെ നമുക്ക് ആനിയിൽ കാണാൻ പറ്റും. ആനി അതുപോലെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ട പല കാര്യങ്ങൾ, ചോദിച്ച പല ചോദ്യങ്ങൾ, അതൊക്കെയാണ് ആനിയും ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ കഥയിലുള്ളൊരു സംഗതി എന്താ വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം വളരെ എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ്. ആനി, ആനിയുടെ അമ്മ, ആനിയുടെ അമ്മാമ്മ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതിനകത്തിൽ. പിന്നെ ആ വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ, ആനിയുടെ അച്ഛൻ്റെ അനിയൻ, കുട്ടിപ്പാപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, പിന്നെ അമ്മമ്മയുടെ വേറെ 2 മക്കൾ, അങ്ങനെ വീട് നിറയെ ആൾക്കാരാണ്. ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ലാത്ത, വളരെ ദാരിദ്ര്യം പിടിച്ച ചുറ്റുപാടുകളെക്കുറിച്ച് കാണിക്കുന്ന, അന്നത്തെ കാലത്തെ മനുഷ്യന്മാരുടെ ശരിക്കുമുള്ള സാമൂഹികമായിട്ടുള്ള അവസ്ഥ കാണിക്കുന്ന ചരിത്രം എഴുതി വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ് അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്നത്. ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു ചരിത്ര മൂല്യം ഉള്ള പുസ്തകം തന്നെ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് എല്ലാ കാലത്തും ആളുകൾ വായിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1999 ഫസ്റ്റ് എഡിഷൻ അടിച്ചിരിക്കുന്നത്. അപ്പം എന്നിട്ടും ഇതിപ്പോൾ 2024, നമ്മളിപ്പോഴും ഇത് ഭയങ്കര റിലവൻ്റായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു സ്ഥലത്തെ ആളുകളുടെ ജീവിതത്തിൻ്റെ ഭയങ്കര സങ്കീർണമായിട്ടുള്ള ദാരിദ്ര്യം, കഷ്ടപ്പാട്, രാഷ്ട്രീയം, സാമൂഹികം, മറ്റേ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഒറ്റ ഒരു ചെറിയ പുസ്തകമാണ്. 175 പേജേ ഉള്ളൂ. ഇതിനകത്ത് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ സാറാ ജോസഫാണ്, ഞാൻ പ്രത്യേകിച്ചിരുന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിലെ ഭാഷ, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള സംഗതി. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അയ്യോ എന്താ ശന്തം, നിൻ്റെ കൂറക്കമ്മീസിന് എനിക്കാ പിടിക്കാത്തട്ടോ, ഇങ്ങനെയാണേ. അപ്പോൾ ഒന്ന് ഇരുത്തി വായിക്കണം. നമ്മളൊന്ന് ഈസി ചുമ്മാ വായിക്കാൻ പറ്റില്ല. ഭാഷ ഒരു പ്രത്യേകതരം ഭാഷയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ബാക്ക് കവറിൽ എഴുതിയിരിക്കുന്നതും. മലയാളത്തിൽ അത്യപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന മാന്ത്രിക ശക്തിയുള്ള ഭാഷയും സ്വരവും കാഴ്ചകളും നവീനമായൊരു ഇന്ദ്രിയാനുഭൂതി നൽകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കഥ നമുക്കൊരു ക്യാമറ തുറന്നു വെച്ച് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഇതിനൊക്കെ ഒരു ഭാഷാ സൗന്ദര്യം, ആ ഒരു എന്താ പറയുക, ഈ ഡയലോഗുകളൊക്കെ പർട്ടിക്കുലർലി ആ ഒരു ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട്, ഞാനിപ്പോൾ വായിച്ചില്ലേ അതുപോലെ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് വായിക്കുമ്പോഴാണ് നമുക്കത് പ്രോപ്പറായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ക്ലാസിക്കുകളിൽ നിങ്ങളുടെ വായനയിൽ ഇതുവരെ അലാഹയുടെ പെൺമക്കൾ പെട്ടിട്ടില്ലെങ്കിൽ, ഒരുപാട് പുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ മറന്നു പോകാതെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് അലാഹയുടെ പെൺമക്കൾ. ആൻഡ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു സംഗതി, ഈ അടുത്ത് എന്നോട് കുറേ പേര് പറഞ്ഞു, ഞാൻ റിവ്യൂ ചെയ്തതിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ അവർ വായിച്ചു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിച്ചതുപോലെ നമ്മളൊരു നല്ല പുസ്തകം ഒന്നെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നല്ലൊരു പുസ്തകം വായിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുക, അതും അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ സംഗതി വർക്കാവുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരു പുസ്തകം നല്ലതാണെന്ന് പറഞ്ഞിട്ട് വായിക്കാൻ ആളോട് പറയുമ്പോൾ 4 പേരിത് വായിച്ചിട്ട് വന്ന് നമ്മളോട് പറയുമ്പോൾ, നമ്മൾ പറഞ്ഞതുകൊണ്ടും കൂടി, ഞാൻ പറഞ്ഞതുകൊണ്ടും കൂടി ഒരാൾ നല്ലൊരു പുസ്തകം വായിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം, സമാധാനം, മനസ്സിനൊരു കുളിർമയുണ്ടല്ലോ, അതൊക്കെ തോന്നുന്നുണ്ട്.
അപ്പോൾ നമ്മൾ തിരിച്ച് അലാഹയുടെ പെൺമക്കളുടെ അടുത്തേക്ക് വന്നാൽ പറയാനുള്ള മറ്റൊരു സാധനം, എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാഗരികത എന്ന് തന്നെയാണ് നാഗരികത എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയേണ്ടത്. നാഗരികതയുടെ ഒരു അടിച്ചമർത്തലുകൾ, നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് ഗ്ലോബലൈസേഷനൊക്കെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് സംഭവിക്കുന്ന, സമൂഹത്തിലെ ഒരു പാർട്ട് ഓഫ് ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. വേറൊരു വീക്ഷണമാണ് നോക്കുകയാണെങ്കിൽ കൊക്കാഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന് എന്ത് പറ്റി എന്നാണ് ത്രൂ ഔട്ട് ദ കോഴ്സ് ഓഫ് എൻഡ് നമുക്ക് കാണാൻ പറ്റുക പുസ്തകത്തിൽ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ജീവിക്കുമ്പോൾ സിറ്റിയുടേതല്ലാത്ത, സിറ്റിയുടെ ഈ ഭംഗിയും എന്താ പറയുക ലൈറ്റും ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ടാവില്ല. എല്ലാ നാട്ടിലും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ടാവും. അപ്പം എൻ്റെ മുന്നത്തെ ജോലി അങ്ങനത്തെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ ആയതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്ന നാഗരികതയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ സിറ്റിക്കൊക്കെ ഓരോ പേരല്ലേ നമ്മുടെ നാട്ടിൽ. തൃശ്ശൂരിനൊരു പേര്, തിരുവനന്തപുരത്തിനൊരു പേര്, ഇങ്ങനത്തെ ഭംഗിയൊന്നും ഇല്ലാത്ത മാറ്റി നിർത്തപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ടാവും ഫോർ സം റീസൺ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടായാലും, ജാതിപരമായാലും മതപരമായാലും സാമൂഹികമായിട്ടുള്ള ആ ഒരു ഹയറാർക്കിയുടെ ഡിഫറൻസ് കാരണമായാലും ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടാവില്ലേ. നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ വിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഔട്ട്സ്കേർട്സൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജില്ലയിലെ അല്ലാത്തതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഭയങ്കര കഷ്ടം പിടിച്ച സ്ഥലങ്ങൾ, അങ്ങനത്തെ പോലത്തെ ഒരു സ്ഥലമാണ് കോക്കാഞ്ചിറ. അപ്പോൾ ഈ കോക്കാഞ്ചിറയ്ക്ക് എന്ത് പറ്റി എന്ന് നമുക്ക് കാണിച്ചു തരുന്ന, കോക്കാഞ്ചിറയ്ക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങൾക്കും എന്ത് പറ്റി, എന്ത് പറ്റുന്നു, എന്ത് പറ്റും എന്ന് കാണിച്ചു തരുന്ന ഒരു എഴുത്തും കൂടിയാണിത്. അതാണ് എൻ്റെ ഒരു ഒറ്റയടിക്ക് പറയാനുള്ളൊരു റിവ്യൂ. പേഴ്സണൽ ഫൈൻഡിങ്സ്, ക്ലാസിക്സ് വായിക്കുന്നതൊരു രസമാണ് ആക്ച്വലി. അതായത് നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും വായിക്കാതെ വിട്ടുപോയിട്ടുള്ള ക്ലാസിക് പുസ്തകങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എല്ലാവരുടെയും റീഡിങ് ലിസ്റ്റിൽ നിന്ന് എനിക്കും ഉണ്ട് അങ്ങനത്തെ കുറച്ച്, ഞാനറിയാതെ എനിക്ക് വായിക്കാൻ കിട്ടാതെ പോയ കുറച്ച് ക്ലാസിക്കുകൾ. അങ്ങനെ ടിക്ക് ഓഫ് ചെയ്ത് വായിക്കേണ്ട പുസ്തകങ്ങളൊരു അതൊക്കെ വായിച്ചിരിക്കേണ്ടതാണ്. കാരണം ഇതൊക്കെ വായിച്ചാലേ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള എഴുത്തുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വായിച്ചിരിക്കണം. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്. എനിക്ക് എന്നോട് തന്നെ പറയാനുള്ളതാണ്. ഞാൻ വിട്ടുപോയിട്ടുള്ള കുറേ ക്ലാസിക് പുസ്തകങ്ങളുണ്ട്, അത് വായിക്കണം. അത് എനിക്ക് നിങ്ങളോടും പറയാം. ക്ലാസിക് പുസ്തകങ്ങൾ ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കണം. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സംഗതി, നിങ്ങൾക്ക് ഈ നമ്മുടെ വളർന്നു വന്ന സ്ഥലം, ആളുകൾ, അവിടുത്തെ പ്രകൃതി, അങ്ങനത്തെ മൊത്തത്തിലുള്ള സംഗതികളുമായിട്ടൊരു കണക്റ്റ് എപ്പോഴും ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഒരു എത്ര മറന്നാലും എത്ര വിട്ടു പോന്നാലും നമ്മളെ കണക്ട് ചെയ്യുന്നൊരു റൂട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു റൂട്ടിലേക്ക് നിങ്ങൾക്കൊരു സിനിമ കാണുമ്പോഴോ ഒരു പുസ്തകം വായിക്കുമ്പോഴോ ഒരു സുഹൃത്തുമായിട്ടുള്ള കോൺവെർസേഷനിലോ അങ്ങനത്തെ ഒരു കോൾ ബാക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ആ രീതിയിൽ എൻജോയബിൾ ആവാനൊരു സാധ്യതയുള്ള റീഡാണ്. ഈ പുസ്തകം നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ചോദിച്ചാൽ, ഇത് വായിക്കുന്ന ഒരു അസറ്റാണ് എന്ന് തോന്നുന്നു. അതായത് ഇത് വായിച്ചത് കൊണ്ട് ഈ വന്ന കാലത്ത് നമുക്കിഷ്ടം പോലെ മറ്റ് സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ ക്ലാസിക് പുസ്തകങ്ങൾ എന്തിനു വായിക്കണം തോന്നുന്നുണ്ടെങ്കിൽ, ക്ലാസിക് പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മുടെ തന്നെ കൾച്ചറും ഹിസ്റ്ററിയും നമ്മുടെ നാട്ടിലെ നടന്ന പല കാര്യങ്ങളും ആളുകളെയും നമ്മുടെ ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞു നോക്കി ഒന്ന് അനലൈസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, അങ്ങനെ അറിഞ്ഞിരിക്കേണ്ടത് ശരിക്കും ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ഗ്രോത്തിന് നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മൾ നമ്മുടെയൊക്കെ റൂട്ട് എന്തായിരുന്നു, നമ്മുടെയൊക്കെ പാസ്റ്റ് എന്തായിരുന്നു, നമുക്കൊരു 50 കൊല്ലം മുന്നേ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ജാതി മത വ്യവസ്ഥ എന്തായിരുന്നു, സാമൂഹികമായിട്ട് നമ്മൾ എത്രത്തോളം വളർന്നു, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇങ്ങനെയൊക്കെ അറിയണമെങ്കിൽ ഇവിടെ എന്തായിരുന്നു എന്നും കൂടി അറിയണം, ഹിസ്റ്ററിയും കൂടി അറിയണം. അപ്പോൾ ഇത് വായിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു അസറ്റാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക്, നിങ്ങളുടെ തോട്ടിന്, ചിന്താതലത്തിന് പ്രൊവോക്ക് ചെയ്യുന്ന ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇത് വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം അലാഹയുടെ പെൺമക്കളൊക്കെ വായിച്ചു തന്നെ അറിയേണ്ടതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കമൻറ്റ്സ് കിട്ടാറുണ്ട് കുറച്ച് കൂടുതൽ പുസ്തകത്തിനെക്കുറിച്ച്, കഥയെക്കുറിച്ച് പറയാൻ. ഞാൻ അങ്ങനെ ചെയ്തൊരു റിവ്യൂ ഇട്ടപ്പം പിന്നെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ കഥ പറഞ്ഞാൽ പുസ്തകം വായിക്കുന്ന സുഖം പോവില്ലേന്ന്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിലൊരു നാരോ ലൈൻ പിടിക്കാനാണ് നോക്കുന്നത്. ആൻഡ് ഇത് ഞാൻ ചെയ്ത് റെഡിയാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തൊക്കെയായാലും പറയാനുള്ളത്, ഈ പുസ്തകം നല്ലതാണ്, വായിക്കുക. കൂടുതൽ നന്നായിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും, ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദി. അടുത്ത വീഡിയോയിൽ വേറെ റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.